ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജാനുവരി 1-ാം തീയതിയാണ്. സോ ഹാപ്പി ന്യൂ ഇയർ ടു എവരി വൺ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഫോർമർ സുപ്രീം കോർട്ട് ജഡ്ജ് വി രാമസുബ്രഹ്മണ്യൻ അപ്പോയിൻറ്റഡ് ന്യൂ ചെയർപേഴ്സൺ ഓഫ് NHRC. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് ഫോർമർ സുപ്രീം കോർട്ട് ജഡ്ജായ വി രാമസുബ്രഹ്മണ്യനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നത് ദ പോസ്റ്റ് ഓഫ് NHRC ചെയർപേഴ്സൺ ഹാഡ് ബീൻ ലൈയിങ് വേക്കൻറ്റ് സിൻസ് ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര കംപ്ലീറ്റഡ് ഹിസ് ടെന്യൂർ ഓൺ ജൂൺ 1 കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഇതിലാണ് ഇപ്പോൾ ഈ പുതിയ അപ്പോയിൻമെൻറ്റ് ഫോർമർ സുപ്രീം കോടതി ജഡ്ജായ വി രാമസുബ്രഹ്മണ്യനെ NHRCയുടെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. എക്കണോമി എക്സിബിറ്റിംഗ് റിസൈലിയൻസ്, GDP ടു ഗ്രോ അറ്റ് 6.6% ഇൻ ഫിനാൻഷ്യൽ ഇയർ 25 RBI റിപ്പോർട്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 25 നമ്മുടെ GDP ഗ്രോ ചെയ്യാൻ പോകുന്നത് 6.6% ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പ്രൊജക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ ഇന്ത്യൻ എക്കണോമി ഈസ് എക്സിബിറ്റിംഗ് റിസൈലിയൻസ് ആൻഡ് സ്റ്റെബിലിറ്റി and the gross domestic product is projected to grow at 6.6% in 2024-25, aided by a revival in rural consumption, a pickup in government consumption and investment, and strong services exports, RBI report said. The Reserve Bank has released the December 2024 issue of a Financial Stability Report, which reflects the collective assessment of the Subcommittee of the Financial Stability and Development Council on the resilience of the Indian financial system and risks to financial stability. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Senior IPS officer Vitul Kumar to take charge of a Central Reserve Police Force. അപ്പോൾ സീനിയർ IPS ഓഫീസറായ വിതുൽ കുമാർ ആണ് പുതിയ ചാർജ് ഏറ്റെടുക്കാൻ പോകുന്നത്. സെൻട്രൽ റിസർവ് പോലീസ് CRPFൻ്റെ ചാർജ് ഏറ്റെടുക്കാൻ പോകുന്നത് സീനിയർ IPS ഓഫീസറായ വിതുൽ കുമാറാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. സീനിയർ IPS ഓഫീസർ വിതുൽ കുമാർ വിൽ ടേക്ക് ചാർജ് ആസ് എ ഡയറക്ടർ ജനറൽ ഓഫ് ദ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആഫ്റ്റർ ഇൻകുംബൻറ്റ് അനീഷ് ദയാൽ സിംഗ് റിട്ടയേഴ്സ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ അറ്റംപ്റ്റ്സ് ഫസ്റ്റ് സ്പേസ് ഡോക്കിംഗ് ഫോർ ലൂണാർ മിഷൻസ്, ഐസ് എലൈറ്റ് ക്ലബ്. ഇന്ത്യ അറ്റംപ്റ്റ്സ് ഫസ്റ്റ് സ്പേസ് ഡോക്കിംഗ് ഫോർ ലൂണാർ മിഷൻസ്, എലൈറ്റ് ക്ലബ്ബ് നോക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇന്ത്യ പുട്ട് ഇൻ ടു ഓർബിറ്റ് 2 small satellites for its first space docking experiment, a key step toward meeting the country's ambitions to build its own space station and carry out a manned mission to the moon. അപ്പോൾ ഇന്ത്യ ഫസ്റ്റ് സ്പേസ് ഡോക്കിംഗ് ഫോർ ലൂണാർ, മൂണിലേക്കുള്ള മിഷൻ ഇന്ത്യ അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ എലൈറ്റ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ജസ്പ്രീത് ബുംറ ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ടു 200 ടെസ്റ്റ് വിക്കറ്റ്സ് ഇൻ ടേംസ് ഓഫ് ബോൾ, 4th ക്വിക്കസ്റ്റ് ഓവറോൾ. അപ്പോൾ എത്ര ബോൾസിലാണ് 200 വിക്കറ്റ്സ് നേടിയത്? ബോളുകളുടെ എണ്ണം നോക്കിയിട്ട് എത്രാമത്തെ ബോളിലാണ് ഉള്ളത് എന്ന് നോക്കുമ്പോൾ 4th ക്വിക്കസ്റ്റ് ആയിരിക്കുകയാണ് ജസ്പ്രീത് ബുംറ വേൾഡ് വൈഡിൽ. അതേപോലെ ഇന്ത്യയുടെ ഏറ്റവും ഫാസ്റ്റസ്റ്റും ആയിരിക്കുകയാണ്. മുഹമ്മദ് ഷാമിയുടെ റെക്കോർഡാണ് തകർത്തത്. മുഹമ്മദ് ഷാമി ആയിരുന്നു ഇതുവരെ ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് 200 ടെസ്റ്റ് വിക്കറ്റ്സ് ഇൻ ടേംസ് ഓഫ് ബോൾസ് നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബുംറ ഈസ് നൗ ദ 4th ഫാസ്റ്റസ്റ്റ് ബൗളർ ടു അച്ചീവ് 200 വിക്കറ്റ്സ്. വക്കാർ യൂനിസ് ആണ് 7725 ബോളിൽ ഏറ്റവും കമ്മി ബോളിൽ 200 വിക്കറ്റ് നേടിയത്. ഡെയിൽ സ്റ്റെയിൻ സെക്കൻഡ് സ്ഥാനത്ത് 7848 ബോൾസ്. അത് കഴിഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയുടെ തന്നെ കാഗിസോ റബാഡ 8154 ബോൾസ്. ഇവരാണ് ഫസ്റ്റ് 3 ആൾക്കാർ. പിന്നെ
ഫാസ്റ്റസ്റ്റ് ബോൾസ് ഇൻ 200 ടെസ്റ്റ് വിക്കറ്റ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ജസ്പ്രീത് ബുംറ 8484 84 ബോൾസിലാണ് നേടിയിട്ടുള്ളത്. മാൽക്കം മാർഷാലാണ് 9234 ബോളിൽ നേടിയിട്ടുള്ളത്. പിന്നെ മുഹമ്മദ് ഷമിയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഇതുവരെ ആയിട്ട് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഈ പേജിൽ ജസ്റ്റ് സെക്കൻഡ് നമുക്ക് നോക്കാം. ദ പേസർ ബിക്കേം Mohammad Shami. He eclipsed Mohammad Shami, who reached the same milestone after 9896 deliveries. ആ റെക്കോർഡാണ് തകർത്തത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ജിമ്മി കാർട്ടർ 39th പ്രസിഡന്റ് ആൻഡ് നോബൽ പീസ് പ്രൈസ് വിന്നർ ഡൈസ് അറ്റ് 100. 100ാമത്തെ വയസ്സിൽ ജിമ്മി കാർട്ടർ 39th പ്രസിഡന്റ് ആൻഡ് നോബൽ പീസ് പ്രൈസ് വിന്നറായ ജിമ്മി കാർട്ടർ അന്തരിച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ജിമ്മി കാർട്ടർ, നോ ഫ്രിൽസ് ആൻഡ് സ്റ്റീൽ വിൽഡ് സദേൺ ഗവർണർ ഹു വാസ് എലക്റ്റഡ് പ്രസിഡന്റ് ഇൻ 1976 വാസ് റിജക്റ്റഡ് ബൈ ഡിസൊല്യൂഷൻഡ് വോട്ടേഴ്സ് ആഫ്റ്റർ എ സിംഗിൾ ടേം ആൻഡ് വെൻറ്റ് ഓൺ ടു ആൻ എക്സ്ട്രോർഡിനറി പോസ്റ്റ് പ്രസിഡൻഷ്യൽ ലൈഫ് ദാറ്റ് ഇൻക്ലൂഡഡ് വിന്നിംഗ് ദ നോബൽ പീസ് പ്രൈസ് ഡൈഡ്. അപ്പോൾ 39th പ്രസിഡന്റ് ആയിരുന്ന ജിമ്മി കാർട്ടർ അന്തരിച്ചു. ഹി വാസ് 100 ആൻഡ് ഓൾഡസ്റ്റ് ലിവിംഗ് US പ്രസിഡന്റ് ഓഫ് ഓൾ ടൈം. US പ്രസിഡന്റ് ആണ്, ഓൾഡസ്റ്റ് ലിവിംഗ് US പ്രസിഡന്റും ആണ് ഈ ജിമ്മി കാർട്ടർ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI പ്രപ്പോസസ് ലുക്കപ്പ് ഫെസിലിറ്റി ഫോർ NEFT RTGS ബാങ്ക്സ് ടു കോംപ്ലൈ ബൈ April 1st. അപ്പോൾ RBI പ്രപ്പോസസ് ലുക്കപ്പ് ഫെസിലിറ്റി ഫോർ NEFT RTGS. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. The Reserve Bank of India proposed the introduction of a lookup facility for beneficiary accounts in the real-time gross settlement and national electronic funds transfer systems to prevent fraud. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഗവൺമെൻറ് എക്സ്റ്റെൻസ് ഡെഡ് ലൈൻ ഫോർ ഡയറക്റ്റ് ടാക്സ് വിവാദ് സെ വിശ്വാസ് സ്കീം. അപ്പോൾ ഗവൺമെൻറ് ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഫോർ ഡയറക്റ്റ് ടാക്സ് വിവാദ് സെ വിശ്വാസ് സ്കീമിൻ്റെ ഡെഡ് ലൈനാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. അപ്പോൾ The Central Board of Direct Taxes announced an extension of a deadline for taxpayers participating in the Vivad Se Vishwas scheme. Initially set for December 31st, 2024, the new deadline is now January 31st, 2025. അപ്പോൾ പുതിയ ഡെഡ് ലൈൻ ഈ മാസം 31-ാം തീയതിയാണ് പുതിയ ഡെഡ് ലൈൻ. ഡിസംബർ 31 ഉണ്ടായിരുന്നത്. അത് ജാനുവരി 2025, അതായത് ജാനുവരി 31st, 2025 എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.